ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പിടിച്ചേ. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും പ്രഘോഷിക്കുവാനുമായി ഒത്തുകൂടിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. നിത്യസഹായകനായ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരയണമേ. അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും വരദാനങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തിയ പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഓരോരുത്തരെയും ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാവർക്കും സുഖാണോ? സന്തോഷാണോ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതൊക്കെ നിങ്ങൾ പഠിച്ചോ? ചോദിക്കട്ടെ, ഏത് പാടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണേ? ഏത് പാടാ? ക്ലാസ് ശ്രദ്ധിച്ച കുറച്ച് പേര് അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ട്. എത്രാം പാടാ പഠിച്ചുകൊണ്ടിരിക്കണേ? വെരി ഗുഡ്. നമ്മൾ 8ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? 8ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? എന്താണ്? നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ കുറിച്ച് അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? ഈശോ ഗത്സമനിൽ ചോര വിയർത്ത് പ്രാർത്ഥിച്ചതിനെ പറ്റിയിട്ട് അല്ലേ? ഈശോ യൂദാസ് വഞ്ചിച്ചത്, പത്രോസ് തള്ളി പറഞ്ഞത്, ഈശോയ്ക്ക് പരിഹാസം ഏൽക്കേണ്ടി വന്നത്, പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കേണ്ടി വന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പഠിച്ചില്ലേ? നിങ്ങൾ വായിച്ചു നോക്കിയില്ലേ? നിങ്ങളെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളായതുകൊണ്ട് ചെയ്തിട്ടുണ്ടാവുന്ന ടീച്ചർക്ക് അറിയാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം പഠിച്ചതിൻ്റെ തുടർച്ചയാണ്. നമ്മൾ എവിടം വരെയാണ് പഠിച്ച് അവസാനിപ്പിച്ചത്? ഈശോ നമുക്ക് വേണ്ടി പരിഹസിക്കപ്പെട്ട് നിൽക്കുന്ന ഈശോയെ കുറിച്ചിട്ടാണ് നമ്മൾ അവസാനം കണ്ടത് അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈശോയുടെ കാൽവരി യാത്രയും കുരിശുമരണത്തെയും കുറിച്ചിട്ടാണ്. ഈശോയുടെ കാൽവരി യാത്രയെയും കുരിശുമരണത്തെയും കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുരിശിൻ്റെ വഴി ചൊല്ലാത്തവരായിട്ട് അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ധ്യാനിക്കാത്തവരായിട്ട് നിങ്ങളിൽ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എങ്ങനെയായിരുന്നു ഈശോയുടെ കാൽവരി യാത്ര? നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ടീച്ചർ ഒന്നുകൂടെ പറയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഒത്തിരി പീഡകൾ, അതായത് കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് പീഡകൾ, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും കുരിശിൻ്റെ വഴിയിലുടനീളം ഈശോയ്ക്ക് ഒത്തിരി അപമാനവും പരിഹാസവും ഏൽക്കേണ്ടി വന്നു. കുറേ പ്രാവശ്യം ഈശോ നിലത്ത് വീഴുന്നുണ്ട്. പടയാളികളുടെ അടി, ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള അടിയേറ്റ് ഈശോ എന്ത് ചെയ്യുന്നുണ്ട്? ഈശോ താഴെ വീഴുന്നുണ്ട്. പിന്നെയും ഒത്തിരി അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈശോയെ ദ്രോഹിക്കുന്നുണ്ട്. എന്തിനാണ് ഈശോ ഇതെല്ലാം സഹിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് രക്ഷ നൽകാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാപങ്ങൾക്ക് മോചനമായിട്ട്. അങ്ങനെ കുരിശുയാത്ര മുന്നോട്ട് പോവാണ്. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് ഈശോ കുരിശുയാത്ര നയിക്കുകയാണ്. എവിടെയാണ്? അങ്ങനെ ഗാഗുൽത്താ വരെ ഈശോ എത്തുമെന്നുള്ളത് പടയാളികൾക്ക് സംശയമായി. കാരണം എന്താ? അത്രയ്ക്ക് അവശനായി കഴിഞ്ഞു ഈശോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിറേനക്കാരനായ ശിമയോൻ ആ വഴി പോകുന്നത് കണ്ടത്. അവരെന്ത് ചെയ്തു? ഈശോയുടെ കുരിശ് ചുമക്കാനായിട്ട് ഈ ശിമയോനെ നിർബന്ധിക്കുന്നുണ്ട്. കുരിശിൻ്റെ വഴിയിൽ എത്രാം സ്ഥലത്താണ് നമ്മൾ ഇത് ധ്യാനിക്കുന്നത്? അത് നിങ്ങൾക്ക് ഹോംവർക്ക്, നിങ്ങൾ കണ്ടുപിടിക്കണം. എത്രാം സ്ഥലത്താണ് ഈശോയെ കുരിശ് ചുമക്കാനായിട്ട് ശിമയോൻ സഹായിക്കുന്നതെന്ന്. അങ്ങനെ ശിമയോൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈശോയുടെ കുരിശ് ചുമക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെയും യാത്ര മുന്നോട്ട് പോവാണ്. അപ്പം ഈശോ ഈ അടികൾ ഏൽക്കുന്നത് കണ്ട് അവിടെ ജെറുസലേമിൽ കുറേ സ്ത്രീകൾ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അവരെ നോക്കി അത്രമേൽ പീഡകൾ സഹിക്കുമ്പോഴും ഈശോ എന്താണ് ചെയ്യുന്നത്? ഈശോ അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ അവരോട് പറയാണ്, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. നിങ്ങൾ ആരെ ഓർത്ത് കരഞ്ഞാൽ മതിയാ? നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരഞ്ഞാൽ മതി. ഈശോയുടെ വലിയൊരു പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുന്നത്. പീഡകൾക്ക് നടുവിലും ചുറ്റുമുള്ളവരെ ഈശോ എന്ത് ചെയ്യാണ്? ആശ്വസിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സംഭവങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ? നമ്മൾ ഭയങ്കരമായിട്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മളും ഈശോയോട് ചേർന്ന് കുരിശ് എടുക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്? യാത്ര പിന്നെയും മുന്നോട്ട് പോകുന്നു. അവസാനം കാൽവരി യാത്ര അവസാനിക്കുന്നത് എവിടെയാണ്? എല്ലാവർക്കും അറിയാം. ഗാഗുൽത്താ മലയിൽ എത്തിച്ചേരാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഈശോയുടെ വസ്ത്രങ്ങൾ അവർ 4ആയിട്ട് പങ്കിട്ടെടുത്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായതുകൊണ്ട് അത് ആർക്ക് വേണമെന്ന് ചിട്ടിയിട്ട് അവർ തീരുമാനിച്ചു. അതിനുശേഷം പിന്നെയും കുറേ പീഡകൾ ഈശോ സഹിച്ചു. ഈശോയുടെ കൈകാലുകൾ എന്ത് ചെയ്തു? കുരിശിലേക്ക് വലിച്ചു നീട്ടി ആണികൾ തറച്ചു.
അവസാനം എന്ത് ചെയ്തു? ആ കുരിശിൽ തറച്ച് ഈശോയെ എന്ത് ചെയ്യാണ്? ഈശോ മരണത്തിന് മരിക്കുകയാണ്. ഈശോ കുരിശിൽ മരിക്കുകയാണ്. ഏകദേശം ഒരു 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഈ പീഡകൾ ഇങ്ങനെ ഈശോ സഹിച്ചുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 9-ാം മണിക്കൂർ ആയപ്പോഴാണ് ഈശോ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. ഈ സമയത്ത് ഈശോ ഒരു വാചകം പറയുന്നുണ്ട്, പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈശോ എന്ത് ചെയ്യുന്നത്? ഈശോ മരിക്കുന്നത്. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈശോ മരിക്കുന്നത്? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. സാധാരണയായിട്ട് ഈ വീട്ടിലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമുക്ക് പറഞ്ഞു തരാറുണ്ട്, നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്ത് പ്രാർത്ഥിക്കണമെന്ന്. നമുക്കറിയാം. എത്ര പേര് രാത്രി കിടന്നുറങ്ങുന്നവർ പിറ്റേന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നുണ്ട്? കുറേ പേര് എഴുന്നേൽക്കാറില്ല അല്ലേ? അപ്പോൾ ഈ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്, കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഈശോയെ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ തന്നുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നതെന്ന്. അങ്ങനെ ചെയ്യാത്തവർ ഇന്ന് മുതൽ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. നല്ലൊരു ശീലമായിരിക്കും അത്. അങ്ങനെ ഈശോ എന്ത് ചെയ്യാണ്? ഈശോ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് ഈശോ മരിക്കുകയാണ്. പെട്ടെന്ന് ഈശോയുടെ മരണം സംഭവിച്ച ആ നിമിഷം സൂര്യൻ ഇരുണ്ടു. ടീച്ചർ, നിങ്ങൾക്ക് ഇത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണണം. ഈശോയുടെ പീഡാസഹനങ്ങളെ അത്രമേൽ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അത്ര ഹൃദയസ്പർശിയായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ആ രംഗമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈശോ മരിക്കുന്ന ആ നിമിഷം തന്നെ സൂര്യൻ ഇരുണ്ടു. എന്ത് ചെയ്തു? ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. അപ്പോൾ അന്തരീക്ഷം ആകെ മാറുകയാണ്. ദേവാലയത്തിന്റെ തിരശ്ശീല നടുവേ എന്ത് ചെയ്യാണ്? ദേവാലയത്തിന്റെ തിരശ്ശീല പിളർക്കപ്പെടുകയാണ്, നടുവേ കീറുകയാണ്. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ, നിങ്ങൾക്കറിയാം കുരിശിന്റെ താഴെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? പരിശുദ്ധ അമ്മയും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യോഹന്നാൻ സ്ലീഹായും പിന്നെ ഈശോയെ അപ്പോഴും പരിഹസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്ന പടയാളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈശോയുടെ മരണം കണ്ട വഴി ഈ ശതാധിപൻ പറയാണ്, തീർച്ചയായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 5-ാമത്തെ ചോദ്യം അതാണ്. എന്താണ്? ഈശോയുടെ മരണം കണ്ട ശതാധിപൻ പറഞ്ഞത് എന്ത്? അതാണ് നിങ്ങളുടെ 5-ാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം എന്താണ്? ശതാധിപൻ പറഞ്ഞത് എന്താണ്? തീർച്ചയായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. അപ്പോൾ നമുക്കറിയാം, അതായത് ഈശോ നീതിമാനായിരുന്നു. അല്ലെങ്കിൽ ഒരാളുടെ മരണം കൊണ്ട് പ്രകൃതി ഇത്രമേൽ അല്ലെങ്കിൽ അന്തരീക്ഷാകം മാറേണ്ട കാര്യമില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശതാധിപന് മനസ്സിലാവുകയാണ് ഈശോ ആരായിരുന്നു? യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി ബലിയായി തീരുന്നു. ടീച്ചർ ചോദിക്കട്ടെ, സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന ഏതാണ്? നിങ്ങൾക്കറിയോ? നിങ്ങൾ ആദ്യ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞ കുട്ടികളാണ്, 6-ാം ക്ലാസ് വരെ അല്ലേ? ഏതാണ് സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന? വിശുദ്ധ കുർബാനയാണ്. ഓക്കെ, കുറച്ച് പേർക്കൊക്കെ അറിയാം. വിശുദ്ധ കുർബാനയാണ് സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആരാധന. എന്തുകൊണ്ടാണ് സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായിട്ട് വിശുദ്ധ കുർബാനയെ പറയുന്നത്? നിങ്ങൾക്കറിയാമോ? പ്രാർത്ഥനയുടെ എല്ലാ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. പ്രാർത്ഥനയ്ക്ക് വിവിധ ഘടകങ്ങളുണ്ട്. ആരാധന, സ്തുതിപ്പ്, കൃതജ്ഞത, മധ്യസ്ഥം, നന്ദി, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഈ എല്ലാ ഘടകങ്ങളും ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു ആരാധനയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായിട്ട് പറയുന്നത്. ഈ വിശുദ്ധ കുർബാനയിൽ ടീച്ചർ ഇവിടെ പറഞ്ഞത്, ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ കുരിശുമരണത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് അനുസ്മരിക്കുന്നുണ്ട്. എവിടെയാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുർബാനയിൽ ഭക്തിപൂർവ്വമാണോ നിൽക്കാറ്? ഭക്തിപൂർവ്വം നിൽക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ? എവിടെയായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. കുറച്ച് പേര് ആരൊക്കെയോ പറയുന്നുണ്ട്. ടീച്ചർ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ഇനി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. കാഴ്ച സമർപ്പണത്തിന്റെ നേരത്ത് അപ്പവും വീഞ്ഞും കാസയും പീലാസയിലും ഒരുക്കി എന്ത് ചെയ്യുന്നു? വൈദികൻ അൾത്താരയുടെ മധ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇല്ലേ? ഈശോ കുരിശും ചുമന്ന് കാൽവരിയിലേക്ക്, ഗാഗുൽത്താമലയിലേക്ക് പോയതിനെയാണ് അപ്പവും വീഞ്ഞും നിറച്ച കാസയും പീലാസയുമായിട്ട് വൈദികൻ അൾത്താരയുടെ മധ്യത്തിലേക്ക് വരുന്നത് അനുസ്മരിപ്പിക്കുന്നത്. അതിനുശേഷം വൈദികൻ എന്താ ചെയ്യാറ്? നമ്മളൊന്ന് ഓർത്തു നോക്കിയേ. കുർബാനയിൽ ഈ കാസയും പീലാസയും വൈദികൻ എന്ത് ചെയ്യും? ഇങ്ങനെ വെറുതെയാണോ ഉയർത്തിപ്പിടിക്കാറ്? ഒരു പ്രത്യേക ആകൃതിയിലാണ് ഉയർത്തിപ്പിടിക്കാറ്. കുരിശിന്റെ ആകൃതിയിലാണ് എന്ത് ചെയ്യാറ്? കാസയും പീലാസയും ഉയർത്തിപ്പിടിക്കാറ്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈശോ കുരിശിൽ മരിച്ചു, കാൽവരിയിലേക്ക് യാത്ര ചെയ്യുന്നു, കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ആ കുരിശു മരണത്തെയാണ് കുരിശാകൃതിയിൽ കാസയും പീലാസയും ഉയർത്തിപ്പിടിക്കുമ്പോൾ അനുസ്മരിപ്പിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലെ 6-ാമത്തെ ചോദ്യം അതാണ്. വിശുദ്ധ കുർബാനയിൽ എവിടെയാണ് ഈശോയുടെ കുരിശു മരണവും
കാൽവരി യാത്രയും അനുസ്മരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ അപ്പോൾ എവിടെയാണെന്ന്? ടെക്സ്റ്റിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ടീച്ചർ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഒരു വർഷത്തിൽ ഒരു പ്രത്യേക ദിവസം നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കണേ? ഈശോയുടെ പീഡാനുഭവത്തെ പറ്റിയിട്ടാണ് അല്ലേ? ഈശോയുടെ പീഡാനുഭവത്തെയും സഹനത്തെയും മരണത്തെയും ഒക്കെ ഒരു പ്രത്യേക ദിവസം നമ്മൾ അനുസ്മരിക്കാറും പ്രാർത്ഥിക്കാറുണ്ട്. ഏത് ദിവസമാണ്? വെരി ഗുഡ്. ഏതാണ്? ദുഃഖവെള്ളി അഥവാ പീഡാനുഭവ വെള്ളി അല്ലേ? ദുഃഖവെള്ളിയാഴ്ച ആചരിക്കാത്ത ആരും തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല അല്ലേ? ദുഃഖവെള്ളിയിൽ എന്താ ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോവാറുണ്ട്. അവിടെ എന്താ വായിക്കാറ്? പീഡാനുഭവ ചരിത്രം വായിക്കാറുണ്ട് അല്ലേ? കുരിശിനെ വണങ്ങാറുണ്ട്. അതുപോലെ എന്ത് ചെയ്യാറുണ്ട്? കയ്പ് നീര് കുടിക്കാറുണ്ട്. കുരിശിന്റെ വഴി, പരിഹാര പ്രദക്ഷിണം, ഇതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? ദുഃഖവെള്ളിയാഴ്ചയാണ് ഈശോയുടെ പീഡാസഹനത്തെയും മരണത്തെയും നമ്മൾ പ്രത്യേകമായിട്ട് ഒരു വർഷത്തിൽ അനുസ്മരിക്കുന്ന ദിവസം. ദുഃഖവെള്ളി കഴിഞ്ഞ് ദുഃഖശനി കഴിഞ്ഞാണ് നമ്മൾ മഹത്വത്തിന്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കാറുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈശോ മരിച്ചത് നമുക്ക് രക്ഷ നൽകാനും പാപമോചനത്തിനും വേണ്ടിയിട്ടാണ്. അതിന് മാത്രമാണോ? ബൈബിളിൽ എന്താ ഇതിനെപ്പറ്റി പഠിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ബൈബിളിനെ പറ്റി നന്നായിട്ട് അറിയാം അല്ലേ? വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈശോ നമുക്ക് വേണ്ടി ബലിയായി തീർന്നതിൻ്റെ ഒരു കാരണം കൊടുത്തിട്ടുണ്ട്. ടീച്ചർ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കണം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ എന്തിന്? തൻ്റെ ഏകജാതനെ നൽകാൻ പിതാവായ ദൈവം എന്ത് ചെയ്യാണ്? ഒരാൾ പോലും നശിച്ചു പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈശോയെ ലോകത്തിലേക്ക് അയച്ചത്. കണ്ടോ? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? തൻ്റെ സുതനെ ലോകത്തിലേക്ക് അയച്ച് കുരിശുമരണത്തിന് വിട്ടുകൊടുത്തത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയും എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ. ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാനൊരു തിരുവചനം കൊടുത്തിട്ടുണ്ട്. അത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം. പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. പിന്നെ അതിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ഈശോ 4 സുവിശേഷങ്ങളിലായിട്ട് ഈശോയുടെ മരണനേരത്ത് ഈശോ പറഞ്ഞ വാചകങ്ങൾ കണ്ടെത്തി എഴുതാനായിട്ട്. ചെയ്യില്ലേ നിങ്ങൾ? ഓക്കെ. അപ്പോൾ ഇന്ന് മുതൽ ഒരു ബോധ്യം ഉണ്ടാവണം, ഈശോ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി പിടിച്ച് കണ്ണുകൾ അടച്ചേ. കാരുണ്യവാനായ ഈശോയെ, ഇന്ന് ഇത്രയും സമയം അങ്ങയെക്കുറിച്ച് അറിയുവാൻ ഇടയാക്കിയ അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹനാഥ, കുരിശിൽ അങ്ങ് ബലിയായി തീർന്നത് എനിക്ക് വേണ്ടിയാണെന്നും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും ഉള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈശോയെ പാപത്തിൽ മരിച്ച് ഈശോയെ നിനക്ക് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തു സാക്ഷിയായി മാറുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രത്യേകം മാധ്യസ്ഥം തേടണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.